വീണ്ടും മണ്ണിടിച്ചിൽ ഭീതിയിലാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലകൾ. കനത്ത മഴയ്ക്ക് പിന്നാലെ പുന്നപ്പുഴ കുത്തി ഒഴുകുകയാണ്. ബെയിലി പാലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മുന്നറിയിപ്പ് നൽകിയില്ലെന്നും സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്നും ആരോപിച്ച് തൊഴിലാളികൾ പ്രദേശത്ത് പ്രതിഷേധം നടത്തി. വില്ലേജ് ഓഫീസറുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധ ജ്വാല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസറെയും പ്രതിഷേധക്കാർ തടഞ്ഞു വെച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. വയനാട്ടിൽ നിന്നും എം കമൽ ചേരുന്നുണ്ട്. കമൽ ഇപ്പോൾ സംഭവ സ്ഥലത്താണുള്ളത്. ഏറെ നേരം പ്രതിഷേധിച്ച് നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചോളം സ്ഥായിയായ വിഷയങ്ങൾ തന്നെയല്ലേ അവർ ഉയർത്തുന്നത്? കാരണം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പോലും കൃത്യമായി പ്രവർത്തിച്ചില്ല. വീണ്ടും ഒരു വലിയൊരു ആഘാതം അവർക്ക് താങ്ങാനുള്ള ശേഷി ആ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്കില്ല. കമൽ, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അവിടെ എത്തിയ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ തടയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഉറപ്പ്, ഈ ഡെയിലി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും ജോലി പോലും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ മറുപടിയായി ലഭ്യമാകുന്നുണ്ടോ കമൽ? അതായത് തുടക്കത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത് ഈ 3 വാർഡുകളിലെ ആളുകളെയും ദുരന്തബാധിതരായി പരിഗണിക്കും, മുഴുവൻ ആളുകളെയും ദുരന്തബാധിതരായി പരിഗണിക്കുമെന്നായിരുന്നു. അത്തരത്തിൽ ആളുകൾക്ക് ദിനബത്ത കിട്ടുകയും ചെയ്തു. പിന്നീട് പലതവണ ഫിൽട്ടർ ചെയ്ത് ഒരുപാട് ആളുകളെ നേരിട്ട് ദുരന്തം ബാധിച്ചില്ല എന്ന പേരിൽ ഇതിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നേരത്തെ ഈ 300 രൂപ കിട്ടിയിരുന്ന പലർക്കും ഇപ്പോൾ കിട്ടുന്നില്ല. അതാണ് പ്രധാനമായും പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസർ അശ്വിൻ കുമാർ ആളുകളുമായി സംസാരിച്ചു. അതിനുശേഷം ഉദ്യോഗസ്ഥരും തഹസിൽദാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ബെയിലി പാലത്തിന് അക്കരെ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്യുന്നു. ആളുകൾ പറയുന്നത് ഈ ദിനബത്തയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല, ഉദ്യോഗസ്ഥരെ മടങ്ങിപ്പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ആകെ കോട മൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ പ്രതിഷേധത്തിന് മുന്നിലുണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേലിപ്പാലത്തിന് അപ്പുറത്ത് അവർ സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പുറത്തുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ പണിക്ക് പോയ സ്ത്രീകളാണ് ഇവരെ വണ്ടിയിലും കൂടി കടത്തിയതാണ്. അവരെല്ലാവരും ഇവിടെ നിൽക്കുക. വെസ്റ്റിട്ടെല്ലാം കൂടി ഇപ്പോൾ തളർന്നു വെക്കുന്ന ലക്ഷണമല്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ അതോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ദിനബത്തയുടെ കാര്യത്തിൽ ഒരു ഉറപ്പാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രധാനമായിട്ട്? ഇപ്പോൾ നമുക്ക് ദിനബത്തയുടെ ഉറപ്പ് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതുപോലെ ശക്തമായ മഴയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് സംവിധാനമെങ്കിലും വേണം. ഒന്നത്. രണ്ടാമത്തേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദിനബത്ത. ഇപ്പോൾ ഞങ്ങൾ ടാക്സിക്കാർ ഇപ്പോൾ NDRF ഫയർ സർവീസിൻ്റെ വണ്ടികളൊക്കെ കൂടെ വന്നു. പക്ഷെ അതിന് മുമ്പ് അപ്പുറം പോയ ജോലിക്കാരെ മുഴുവനും കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സിക്കാരാ. ഇവിടുത്തെ അവർക്ക് ആ ഒരു പണി മാത്രമല്ല, വേറൊരു പണിയില്ല അവർക്ക്. സാറേ, അവർക്കൊരു ദിനപത്ത എന്നുണ്ടെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ പണിയില്ല. ഇപ്പോൾ എസ്റ്റേറ്റ് മേഖല സർക്കാർ ഈ ദിനപത്ത കൊടുക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികളൊന്നും ഇപ്പോൾ ഈ ശക്തമായിട്ട് മഴയുന്ന സമയത്ത് ജോലിക്ക് പോകില്ല. അവർക്ക് വീട്ടിലെ കുട്ടികളെ പോറ്റാനോ അല്ലെങ്കിൽ നിക്കക്കളില്ലാത്തൊരു അവസ്ഥ കൊണ്ടാണ് അവർ പണിക്ക് പോയിട്ടുള്ളത്. അല്ലാതെ അവർ പണിക്ക് പോവില്ല. ഈ സർക്കാർ 3 വാർഡത്തെ ആളുകൾക്ക് ദിനപത്ത കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് സത്യവാങ്മൂലം കളക്ടറേറ്റ് സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം പറയുന്നത് അവർ കുറേ വേർതിരിച്ചു. കുറ്റിൻ്റെ അകത്ത്, കുറ്റിൻ്റെ പുറത്ത്, റോഡില്ലാത്തത്, മറ്റത് മറിച്ചെന്ന് പറഞ്ഞവരും. എന്നിട്ട് ഒരു ഓഫീസറെ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിട്ടിട്ട് വട്ടം കിടക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. സാറേ, ആ സർട്ടിഫിക്കറ്റ് വേണം, ഈ സർട്ടിഫിക്കറ്റ് വേണം, മെമ്പർ ലെറ്റർ വേണം, ലെറ്റർ വേണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ. പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കിയത്, സോർട്ട് ചെയ്തത്. നിങ്ങളൊക്കെ പല ഘട്ടത്തിലും പങ്കാളികളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഈ പരാതി ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യം എന്താ അങ്ങനെ വന്നത്?
ഇതിൽ തുടക്കം പറയാൻ നിങ്ങൾ തുടക്കം പറഞ്ഞതാണ് യഥാർത്ഥ ശരി. കാരണം നമ്മൾ അന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് തുടക്കം എന്താ പറഞ്ഞിരിക്കുന്നത്, 3 വാർഡും പരിപൂർണമായ ദുരന്ത വാർഡാണ്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കണം, ദിനപത്ത് ഉൾപ്പെടെ വാടക ഉൾപ്പെടെ അടിയന്തര സഹായമായ 10,000 ഉൾപ്പെടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും അതേ തന്നെ ആവശ്യപ്പെടുന്നു. നമ്മൾ DDA മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളിത് ആവശ്യപ്പെടുന്നു. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം വയ്ക്കുകയല്ലാണ്ട് നടപ്പാക്കാൻ കഴിയുന്നത്, നടപ്പാക്കി തീരുമാനം വേറെ രീതിയിലാണ് വരുന്നത്. ഞങ്ങൾക്ക് അതിലൊരു പ്രയാസമുണ്ട്. ഇപ്പം തന്നെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ മുഖം നോക്കുമ്പോൾ തന്നെ ഒരു പ്രയാസമുണ്ട്. ഇപ്പോൾ നമുക്ക് മഴ നിങ്ങളും കൂടെ ഇതിൽ പങ്കാളികളാണ് ആൾക്കാർ വിചാരിക്കുന്നത്. സത്യസന്ധമായിട്ട് ഞങ്ങളതിൽ വേണ്ട അത് നമുക്ക് അവരുടെ വൈസ് ചെയർമാനായ നമ്മളെ ജില്ലാ പ്രസിഡന്റോട് ചോദിച്ചാൽ മനസ്സിലാവും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് പറയാനാണ്, അപ്പോൾ നമുക്ക് നിർദ്ദേശം കൊടുക്കാം. പക്ഷേ നടപ്പാക്കേണ്ട ഗവൺമെൻറ് തലത്തിലാണ്. ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശമല്ലേ ഞങ്ങൾക്കത് പാലിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളൂ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ പറഞ്ഞ ഷെരീഫ് പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ദുരന്തബാധിതരാണ്. അവർക്ക് ഈ പറഞ്ഞ നിത്യബദ്ധ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. അതാണ് ഇതിലൊരു വലിയൊരു പ്രതിഷേധം ഇന്ന് നമുക്ക് സംഭവിച്ചത്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നല്ല ശക്തമായ മഴ വന്നു. ഇന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് അതേ ചോദിക്കാൻ വന്നെടുത്തത്. നമുക്കറിയാം, ഇപ്പോൾ മഴ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വന്ന പോലെ തന്നെ ലൈവിൽ കൊടുത്ത പോലെ തന്നെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ പുഴ മാറി ദിക്കിലോട്ട് അമ്പലത്തിൻ്റെ അപ്പുറത്ത് കൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഇതിൽ യഥാർത്ഥ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ പേര് ആ ഭാഗങ്ങളിൽ പോയി നോക്കിയപ്പോൾ നിലവിൽ ഉരുൾപൊട്ടിയ ഭാഗത്തുള്ള ചളിയും മണ്ണും മണലും ഒലിച്ചു വന്നു. ആ ഭാഗത്ത് നോക്കുമ്പോൾ വെള്ളം വളരെ ശുദ്ധമായിട്ട് നല്ല വെള്ളം ഒഴുകി വരുന്നത്. മുകളിലെ വെള്ളം തെളിഞ്ഞതാണ്. മുകളിലെ വെള്ളം തെളിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ഞങ്ങൾ കാണിച്ചു തന്നു, മൊബൈൽ കാണിച്ചു തന്നിട്ടുണ്ട്. വെള്ളം നല്ല വെള്ളം വരുന്നത്. താഴേക്കെത്തുമ്പോൾ പഴയ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയതിൻ്റെ നമുക്കറിയാം, ജൂലൈ 30 ഉരുൾപൊട്ടലിൻ്റെ മുക്കിലും മൂലുള്ള ചളിയും മണ്ണും മണലാണ് അടിച്ചു വരുന്നത്. അങ്ങനെ ഉരുൾപൊട്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണേണ്ട ഈ പുഴ സൈഡിലുള്ള കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവ പ്രോസസ്സ് ഇവിടെ നടന്നിട്ടില്ല. അതുമല്ല, ഈ പുഞ്ചിരിമട്ടത്ത് നിന്നല്ലാതെ നമുക്ക് 8-ാം നമ്പറിൽ പുഴ ഒഴുകി വരുന്നുണ്ടല്ലോ, അതിലാണ് കൂടുതൽ വെള്ളം വന്നതെന്നും പറയുന്നത്. പുഞ്ചിരി ഇപ്പോൾ നമ്മൾ ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുള്ളത് 8-ാം നമ്പർ. അതായത് നമ്മൾ 8-ാം നമ്പർ എന്ന് പറയുമ്പോൾ ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് 3 കിലോമീറ്റർ അപ്പുറമാണ്. എയർ ഡിസ്റ്റൻസ് പറയുമ്പോൾ 1500 മീറ്റർ അപ്പുറത്തുള്ളൂ. ആ പുഴ ഈ 2 പുഴയും കൂടി സംഗമിച്ച് വരുന്ന സമയത്താണ് ഇത്രമാത്രം ശക്തമായ പുഴയിൽ വെള്ളം വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആശങ്ക മാറ്റി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഈ തൊഴിലാളികളെ ഇന്ന് അങ്ങോട്ട് വിടാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടായിരുന്നില്ല ഈ മഴ കാണുമ്പോഴെങ്കിലും? അതോരല്ലേ ഒരു പേടി ഉണ്ടായത്, ആശങ്ക ഉണ്ടായത്? രാവിലത്തെ ഒരു കാലാവസ്ഥ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതാണ് മെയിൻ. അത് കാരണം 6 മണിക്ക് ഒരു 8 മണി നമ്മൾ സാധാരണ ജോലിക്ക് പോകുന്ന സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പിന്നെയാണ് മഴ കൂടിയത്. പിന്നെയാണ് 9 മണി വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 9 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ കൂടിയത്. അപ്പം തന്നെ എല്ലാവരും ഇടപെട്ട് പറഞ്ഞ എല്ലാ വണ്ടിക്കാരും ഇടപെട്ടുള്ള ആൾക്കാർ നമ്മളെല്ലാവരും ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല ശക്തമായ മഴ തന്നെ വരുന്നുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം. രാത്രിയൊന്നും അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രി അങ്ങനത്തെ സംഭവമില്ല. വന്ന് മഴ പെയ്യുന്നു പോകുന്നു, മഴ വരുന്നു പോകുന്നു, വെള്ളം കയറുന്നു, വെള്ളം ഒലിച്ചു പോകുന്നു, ആ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് അലേർട്ടായി ഇരിക്കുക എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.